സ്നേഹത്തിൻ ബലിയർപ്പിക്കാൻ ബലിവസ്തുവായി നമ്മെ സമർപ്പിച്ചിടാം, ജീവിതം ബലിയാക്കി മാറ്റാം. ജനമായി തിരുസന്നിധി അണയാമിന്നൊരു മനമായി, അണയാം ഒരു ജനമായി തിരുസന്നിധി അണയാമിന്നൊരു മനമായി. മനസ്സിലെ പകയെല്ലാം ദൂരെ നീക്കാം, പരസ്പരം സ്നേഹിക്കാം, നന്മ ചെയ്യാം. കാഴ്ചകളേകാം, ജീവിതം ബലിയാക്കി മാറ്റാം. അണയാം ഒരു ജനമായി തിരുസന്നിധി അണയാമിന്നൊരു മനമായി, അണയാം ഒരു ജനമായി തിരുസന്നിധി അണയാമിന്നൊരു മനമായി. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങയോടും കൂടെ. മിശിഹായില് എത്രയും സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 9-ാം തിരുവചനം മുതൽ നമ്മളിങ്ങനെ വായിക്കുന്നു. ആകയാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്കായി തുറന്നു കിട്ടുകയും ചെയ്യും. എന്തെന്നാൽ ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് വാതിൽ തുറന്നു കിട്ടുകയും ചെയ്യുന്നു. നിങ്ങളിലേതൊരു പിതാവാണ് മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുക, മുട്ട ചോദിച്ചാൽ പകരം തേളിനെ കൊടുക്കുക? മക്കൾക്ക് നല്ലത് നൽകണമെന്ന് ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികമായി നൽകുകയില്ല. പ്രിയമുള്ളവരെ, നാം ഇന്ന് ഈ ബലിയർപ്പിച്ചുകൊണ്ട് ദൈവപിതാവിനോട് ചോദിക്കുകയാണ്, കുടുംബ സമാധാനത്തിന് വേണ്ടി, കുടുംബത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി, കൂട്ടായ്മയുടെ സന്തോഷത്തിന് വേണ്ടി, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി ഈ ബലിയർപ്പിച്ച് നാം പ്രാർത്ഥിക്കുകയാണ്. മക്കൾക്ക് നല്ലത് നൽകുവാൻ മത്സരിക്കുന്ന മാതാപിതാക്കളാണ് നമുക്കുള്ളത്. അങ്ങനെയെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്റെ മക്കൾക്ക് ഏറ്റവും മെച്ചപ്പെട്ടത് നൽകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഈശോ മിശിഹായുടെ
വാഗ്ദാനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ വാഗ്ദാനമാണ് പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവിനെയാണ് യേശുനാഥൻ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത്. ഈ ആത്മാവ് നമ്മളിൽ വന്ന് നിറയുമ്പോൾ നാം ശക്തി പ്രാപിക്കുമെന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഈശോ വാഗ്ദാനം ചെയ്യുന്ന ഈ പരിശുദ്ധാത്മാവിനെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ക്രൈസ്തവ ജീവിതം സാക്ഷ്യമായി നൽകാം. കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, പരിശുദ്ധമായ സുവിശേഷം അറിയിക്കുവാൻ, ബന്ധിതർക്ക് മോചനവും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നുവെന്ന് യേശുനാഥൻ യേശയ്യാ പ്രവാചകന്റെ വചനം ഉദ്ധരിച്ചുകൊണ്ട് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് സ്വീകരിക്കുവാൻ നമ്മുടെ ഹൃദയങ്ങളെ തുറന്നു കൊടുക്കാം. മാൻപേട നീർച്ചാലിനു വേണ്ടി ദാഹിക്കുന്നത് പോലെ, ഉണങ്ങി വരണ്ട ഭൂമി മഴയ്ക്കു വേണ്ടി ദാഹിക്കുന്നത് പോലെ, കാവൽക്കാർ പ്രഭാതം പ്രതീക്ഷിക്കുന്നത് പോലെ, ഇളം പൈതൽ പാലിനു വേണ്ടി ദാഹിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവിനു വേണ്ടി ദാഹിച്ചുകൊണ്ട് ഈ വിശുദ്ധ കുർബാന നമുക്കർപ്പിക്കാം. ഒരുക്കത്തോടെ ഈ ദിവ്യബലി സമർപ്പിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങളെ ഓർത്ത് മനസ്തപിച്ച് ഏറ്റുപറഞ്ഞുകൊണ്ട് അവിടുത്തെ കാരുണ്യവും നമുക്ക് യാചിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യാ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങളെല്ലാം പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ കനിയേണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. താഴ്മയായി ദൈവമേ കർത്താവാമങ്ങയെ വാഴ്ത്തുന്നു സ്വർലോകരാജനേ.
ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. നിത്യപിതാവിന്റെ പാർശ്വത്തിൽ നേർവലം ഭാഗത്തിരുന്നീടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. പരിപാവനൻ അങ്ങു താനേകനം നാഥനും, അങ്ങു മാത്രം പരമോന്നതൻ, ത്രിത്വൈക ദൈവ മഹത്വത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മാധ്യസ്ഥ ശക്തിയിൽ ആശ്രയിക്കുന്ന ഞങ്ങൾ ഈ അമ്മയുടെ പ്രാർത്ഥനയാൽ എല്ലാ തിന്മകളിൽ നിന്ന് മോചനം പ്രാപിക്കുവാനും നിത്യസൗഭാഗ്യത്തിലെത്തിച്ചേരുവാനും അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആഹാബ് ഇസ്രയേലിനെ കൊണ്ട് പാപം ചെയ്യിച്ചു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൽ നിന്ന് അധ്യായം 21, 17 മുതൽ 29 വരെ വാക്യങ്ങൾ. നാബോത്തിന്റെ മരണശേഷം തിഷ്ബ്യനായ ഏലിയായോട് കർത്താവ് അരുളി ചെയ്തു, നീ ചെന്ന് സമരിയായിലുള്ള ഇസ്രയേൽ രാജാവ് അഹാബിനെ കാണുക. അവൻ നബോത്തിന്റെ മുന്തിരിത്തോട്ടം കൈവശപ്പെടുത്താൻ എത്തിയിരിക്കുന്നു. നീ അവനോട് പറയണം, കർത്താവ് ചോദിക്കുന്നു, നീ അവനെ കൊലപ്പെടുത്തി അവന്റെ വസ്തു കയ്യേറിയോ? അവനോട് വീണ്ടും പറയുക, കർത്താവ് അരുളി ചെയ്യുന്നു, നാബോത്തിന്റെ രക്തം നായ്ക്കൾ നക്കിക്കുടിച്ച സ്ഥലത്ത് വെച്ച് തന്നെ നിന്റെ രക്തവും നായ്ക്കൾ നക്കിക്കുടിക്കും. ആഹാബ് എലിയായോട് ചോദിച്ചു, എന്റെ ശത്രുവായ നീ എന്നെ കണ്ടെത്തിയോ? അവൻ പ്രതിവചിച്ചു, അതെ, ഞാൻ നിന്നെ കണ്ടെത്തി. കർത്താവിന്റെ സന്നിധിയിൽ തിന്മ പ്രവർത്തിക്കാൻ നീ നിന്നെ തന്നെ വിറ്റിരിക്കുന്നു. ഇതാ, ഞാൻ നിനക്ക് നാശം വരുത്തും, ഞാൻ നിന്നെ നിർമ്മാർജ്ജനം ചെയ്യും. ആഹാബിന് ഇസ്രയേലിലുള്ള എല്ലാ പുരുഷന്മാരെയും സ്വതന്ത്രരെയും അടിമകളെയും ഞാൻ നിഗ്രഹിക്കും. നീ എന്നെ പ്രകോപിപ്പിക്കുകയും ഇസ്രയേലിനെ കൊണ്ട് പാപം ചെയ്യിക്കുകയും ചെയ്തതിനാൽ ഞാൻ നിന്റെ ഭവനത്തെ നെബാത്തിന്റെ മകൻ ജെറോബാവിന്റെയും അഹ്യായുടെ മകൻ ബാഷായുടെയും ഭവനങ്ങളെപ്പോലെ ആക്കി തീർക്കും.
ജസബലിനെ കുറിച്ചും കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു. ജസ്രയേലിന്റെ അതിർക്കുള്ളിൽ വെച്ച് ജസബലിനെ നായ്ക്കൾ തിന്നും. അഹാബിന്റെ ഭവനത്തിൽ നിന്ന് നഗരത്തിൽ വെച്ച് മരിക്കുന്നവനെ നായ്ക്കൾ ഭക്ഷിക്കും. നാട്ടിൻപുറത്ത് വെച്ച് മരിക്കുന്നവനെ പറവകളും. ഭാര്യയായ ജസബേലിന്റെ പ്രേരണയ്ക്ക് വഴങ്ങി കർത്താവിന് അനിഷ്ടമായത് പ്രവർത്തിക്കാൻ തന്നെ തന്നെ വിറ്റ ആഹാബിനെ പോലെ ആരും ഉണ്ടായിട്ടില്ല. ഇസ്രയേലിന്റെ മുൻപിൽ നിന്ന് കർത്താവ് തുരത്തിയ അമ്മോന്യരെ പോലെ അവൻ വിഗ്രഹങ്ങളെ പിഞ്ചെന്ന് ഏറ്റവും മ്ലേച്ഛമായി പ്രവർത്തിച്ചു. ആഹാബ് ഇത് കേട്ട് വസ്ത്രം കീറി ചാക്കുടുത്ത് ഉപവസിക്കുകയും ചാക്ക് വിരിച്ചുറങ്ങുകയും മനം തകർന്ന് തല താഴ്ത്തി നടക്കുകയും ചെയ്തു. അപ്പോൾ തിശ്ബിനിയായ ഏലിയോട് കർത്താവ് അരുളി ചെയ്തു, ആഹാബ് എന്റെ മുമ്പിൽ എളിമപ്പെട്ടത് കണ്ടില്ലേ? അവൻ തന്നെ തന്നെ താഴ്ത്തിയതിനാൽ അവന്റെ ജീവിതകാലത്ത് ഞാൻ നാശം വരുത്തുകയില്ല. അവന്റെ പുത്രന്റെ കാലത്തായിരിക്കും ആ ഭവനത്തിന് ഞാൻ തിന്മ വരുത്തുക. ദൈവവചനമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രതിവചന സങ്കീർത്തനം. ദൈവമേ, ഞങ്ങളോട് ദയ തോന്നണമേ, എന്തെന്നാൽ ഞങ്ങൾ പാപം ചെയ്തു. ദൈവമേ, ദൈവമേ, ഞങ്ങളോട് ദയ തോന്നണമേ, ഞങ്ങളോട് ദയ തോന്നണമേ, എന്തെന്നാൽ ഞങ്ങൾ പാപം ചെയ്തു. എന്തെന്നാൽ ഞങ്ങൾ പാപം ചെയ്തു. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരകത്തിനൊത്ത് എന്റെ അതിക്രമങ്ങൾ മായിച്ചു കളയണമേ. എന്റെ അകൃത്യനിശേഷം കഴുകിക്കളയണമേ. എന്റെ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. ദൈവമേ, ദൈവമേ, ഞങ്ങളോട് ദയ തോന്നണമേ, ഞങ്ങളോട് ദയ തോന്നണമേ, എന്തെന്നാൽ ഞങ്ങൾ പാപം ചെയ്തു. ഞങ്ങൾ പാപം ചെയ്തു. എന്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു. എന്റെ പാപം എപ്പോഴും എന്റെ കൺമുമ്പിലുണ്ട്. അങ്ങയ്ക്ക് മാത്രം എതിരായി ഞാൻ പാപം ചെയ്തു. അങ്ങയുടെ മുമ്പിൽ ഞാൻ തിന്മ പ്രവർത്തിച്ചു. ദൈവമേ, ദൈവമേ, ഞങ്ങളോട് ദയ തോന്നണമേ, ഞങ്ങളോട് ദയ തോന്നണമേ, എന്തെന്നാൽ ഞങ്ങൾ പാപം ചെയ്തു. ഞങ്ങൾ പാപം ചെയ്തു. എന്റെ പാപങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കണമേ. എന്റെ അകൃത്യങ്ങൾ മായിച്ചു കളയണമേ. ദൈവമേ, എന്റെ രക്ഷയുടെ ദൈവമേ, രക്തപാതകത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. ഞാൻ അങ്ങയുടെ രക്ഷയെ ഉച്ചത്തിൽ പ്രകീർത്തിക്കും. ദൈവമേ, ദൈവമേ, ഞങ്ങളോട് ദയ തോന്നണമേ, ഞങ്ങളോട് ദയ തോന്നണമേ, എന്തെന്നാൽ ഞങ്ങൾ പാപം ചെയ്തു. ഞങ്ങൾ പാപം ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. ഹല്ലേലൂയ. നീർച്ചാലുകൾ പോൽ ഒഴുകിയിറങ്ങുന്നു, ജീവൻ നൽകും വചനം, ദൈവവചനം. കാതോർത്തിടുവിൻ ദൈവജനമേ, ഇത് ജീവൻ നൽകും വചനം, ദൈവവചനം. ഇത് ജീവൻ നൽകും വചനം, ദൈവവചനം. നീർച്ചാലുകൾ പോൽ ഒഴുകിയിറങ്ങുന്നു, ജീവൻ നൽകും വചനം, ദൈവവചനം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങയോടും കൂടെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുവിനെ ദ്വേഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അങ്ങനെ നിങ്ങൾ
നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിന്റെ മക്കളായി തീരും. അവിടുന്ന് ശിഷ്ടരുടെയും ദുഷ്ടരുടെയും മേൽ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ മഴ പെയ്യിക്കുകയും ചെയ്യുന്നു. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? ചുങ്കക്കാര് പോലും അത് തന്നെ ചെയ്യുന്നില്ലേ? സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂവെങ്കിൽ വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? വിജാതീയരും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലേ? അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. ദൈവവചനമാണ് നാം കേട്ടത്. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങൾ നീക്കം ചെയ്യുമാറാകട്ടെ. ആമേൻ. പ്രിയ സഹോദരരെ, നമുക്കേവർക്കും പ്രത്യാശയോടും വിശ്വാസത്തോടും കൂടെ നമ്മുടെ നിരവധിയായിട്ടുള്ള ആവശ്യങ്ങൾ സമർപ്പിച്ച് പരമപിതാവായ ദൈവത്തോട് ഇപ്പോൾ പ്രാർത്ഥിക്കാം. അനന്തകാരുണ്യവാനായ ദൈവമേ, സഭാമാതാവിനെ നയിക്കുന്ന ഫ്രാൻസിസ് പാപ്പായ്ക്കും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സ്റ്റീഫൻ മെത്രാനും മറ്റെല്ലാ മെത്രാന്മാർക്കും വൈദികർക്കും സന്യസ്തർക്കും അൽമായ പ്രേക്ഷിതർക്കും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നൽകി അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. രോഗപീഠകളാൽ ആശുപത്രികളിലും ഭവനങ്ങളിലും കഴിയുന്ന എല്ലാ മക്കൾക്കും രോഗശാന്തി നൽകി അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നിത്യനായ ദൈവമേ, പഠിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നൽകി അവരെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കുടുംബ ഭദ്രതയ്ക്ക് വേണ്ടി അധ്വാനിക്കുവാനായി പോയിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. കടലിൽ പണിക്ക് പോകുന്നവർ, കാർഷിക കയർ നിർമ്മാണ മേഖലകളിൽ പണിയെടുക്കുന്നവർ, വിദേശത്തും സ്വദേശത്തുമായി ജോലി ചെയ്യുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കര, കടലാകാശ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന എല്ലാ മക്കളുടെയും യാത്രകളെയും യാത്രാ ഉദ്ദേശങ്ങളെയും സഫലമാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മദ്യത്തിനും മറ്റു ലഹരി വസ്തുക്കൾക്കും അടിമകളായി പോയ എല്ലാ മക്കൾക്കും മാനസാന്തരവരം നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മരണമൂലം ഞങ്ങളിൽ നിന്നും വേർപിരിഞ്ഞു പോയ എല്ലാ മക്കൾക്കും നിത്യജീവൻ നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാ മക്കളെയും ഈ ബലിപീഠത്തിൽ നമുക്കിപ്പോൾ സമർപ്പിക്കാം. നിത്യനായ ദൈവമേ, വിശ്വാസത്തോടുകൂടെ ചോദിക്കുന്നതെല്ലാം ലഭിക്കുമെന്ന് തിരുവചനത്തിലൂടെ ഞങ്ങളെ അറിയിച്ച കർത്താവേ, അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിനും ഞങ്ങളുടെ നിലനിൽപ്പിനും വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിവുണ്ടാകണമേ. ഞങ്ങൾക്ക് വേണ്ടിയല്ല കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടിയല്ല, നിന്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകുവാൻ വേണ്ടി അവിടുന്ന് ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ കേട്ടരുളണമേ. ആമേൻ. ഒരു കുഞ്ഞു പൂഞ്ഞാൻ കാഴ്ചയേകുന്നു, കരം നീട്ടി വാങ്ങി നീ സ്വീകരിക്കണമേ. വിധവ തൻ ചെറുകാശു പോലെ ഈ കാഴ്ചയെ കൈക്കൊള്ളുവാൻ
കനിവാകേണമേ. സ്വീകരിക്കണമേ നാഥാ, സ്വീകരിക്കണമേ. എന്നെ ഇന്നു പൂർണ്ണമായി സമർപ്പിക്കുന്നു. സ്വീകരിക്കണമേ നാഥാ, സ്വീകരിക്കണമേ. എന്നെ ഇന്നു പൂർണ്ണമായി സമർപ്പിക്കുന്നു. നീ തന്നൊരായിരം നന്മകൾക്കൊക്കെയും നന്ദിയായി നൽകുന്നു എൻ ജീവിതം. നീ തന്നൊരായിരം നന്മകൾക്കൊക്കെയും നന്ദിയായി നൽകുന്നു എൻ ജീവിതം. ഉശവന്റെ കയ്യിലെ കളിമണ്ണു പോലെന്നെ തിരുവുള്ളം പോൽ നീ വാർത്തെടുക്കണമേ. ഉശവന്റെ കയ്യിലെ കളിമണ്ണു പോലെന്നെ തിരുവുള്ളം പോൽ നീ വാർത്തെടുക്കണമേ. സ്വീകരിക്കണമേ നാഥാ, സ്വീകരിക്കണമേ. എന്നെ ഇന്നു പൂർണ്ണമായി സമർപ്പിക്കുന്നു. സ്വീകരിക്കണമേ നാഥാ, സ്വീകരിക്കണമേ. എന്നെ ഇന്നു പൂർണ്ണമായി സമർപ്പിക്കുന്നു. പ്രിയ സ്നേഹിതരെ, നാം എല്ലാവരും കൂടി അർപ്പിക്കുന്ന ഈ വിശുദ്ധ കുർബാന പിതാവായ ദൈവത്തിന് സ്വീകാര്യമാകുന്നതിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും സമത്വ സഭയുടെ നന്മയ്ക്കുമായി അങ്ങയുടെ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. പിതാവായ ദൈവമേ, അങ്ങയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായ ഞങ്ങൾ പരിശുദ്ധ കന്യകാമാതാവിന്റെ വണക്കമാചരിച്ചുകൊണ്ട് അർപ്പിക്കുന്ന കാഴ്ചദ്രവ്യങ്ങൾ ദീർഘം പാർക്കണമേ. ഈ തിരുമുൽ കാഴ്ചകൾ അങ്ങേക്ക് പ്രിയങ്കരവും ഞങ്ങൾക്ക് നിത്യരക്ഷാമാർഗവുമായി തീരുവാൻ കനിയണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങയോടും കൂടെ ഹൃദയം കർത്താവിങ്കലേക്കുയർത്തുവിൻ. ഇതാ ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. ഉചിതവും ന്യായവുമത്രേ. സർവേശ്വര പരിശുദ്ധനാം ദൈവമേ, സർവശക്ത ജഗൽപൂജിതനേ,
ക്രിസ്തുനാഥൻ വഴി എന്നുമെന്നും അങ്ങയ്ക്ക് കൃതജ്ഞതയർപ്പിക്കുക ഉചിതവും ന്യായവും രക്ഷാകരവുമാണല്ലോ. പരിശുദ്ധാത്മാവിന്റെ പ്രതിബിംബനത്താൽ അങ്ങയുടെ ഏകപുത്രനെ ഈ കന്യക ഗർഭം ധരിച്ചു. കന്യകാത്വത്തിന്റെ മഹനീയതയ്ക്ക് ഭംഗം വരാതെ പരിശുദ്ധ മറിയം അക്ഷയ ജ്യോതിസായ യേശുക്രിസ്തുവിനെ ലോകരക്ഷയ്ക്കായി അവതരിപ്പിക്കുകയും ചെയ്തുവല്ലോ. ആകയാൽ ആമോദ വായ്പിലമരുമാ സ്വർഗീയ ഗായകർ മാലാഖമാർ ദിവ്യപ്രതാപന അങ്ങേക്ക് നിത്യവും മംഗളം പാടി വണങ്ങിടുന്നു. ആ ദിവ്യഗാനത്തോടൊന്നിച്ചു ഞങ്ങളും ആലപിച്ചിടുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന 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 അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാം. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാം. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന 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 അത്യുന്നതങ്ങളിൽ ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. പിതാവേ, അങ്ങ് പരമപരിശുദ്ധനാകുന്നു. സർവവിശുദ്ധിയുടെ ഉറവിടവും അങ്ങ് തന്നെ. ആകയാൽ അങ്ങയുടെ പരിശുദ്ധാത്മാവ് വഴി ഈ കാണിക്കകൾ അങ്ങ് പവിത്രമാക്കിയിടണമേ.
ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ തിരുശരീരവും തിരുരക്തവുമാകട്ടെ. ക്രിസ്തുനാഥൻ പീഡാസഹനത്തിന് സ്വയമേൽപ്പിച്ചു കൊടുത്ത രാത്രിയിൽ അപ്പമെടുത്ത് പിതാവായ അങ്ങേക്ക് കൃതജ്ഞതാസ്തോത്രം ചൊല്ലി ഭാഗിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചരുളി, എല്ലാവരും ഇത് വാങ്ങി ഭക്ഷിക്കുവിൻ, ഇത് എന്റെ ശരീരമാകുന്നു. നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എന്റെ ശരീരം അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും കൃതജ്ഞതാസ്തോത്രം ചൊല്ലി ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചരുളി, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ, ഇത് എന്റെ രക്തമാകുന്നു. നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ രക്തം നിങ്ങൾക്കും എല്ലാവർക്കും വേണ്ടി പാപമോചനത്തിനായി ചിന്തുവാനിരിക്കുന്ന എന്റെ രക്തം. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ ഈ മഹാരഹസ്യം നമുക്ക് പ്രഖ്യാപിക്കാം. കർത്താവേ, അങ്ങയുടെ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങയുടെ ഉയർപ്പ് ഞങ്ങൾ വിശ്വസിക്കുന്നു, അങ്ങയുടെ വരവ് ഞങ്ങൾ കാത്തിരിക്കുന്നു. പിതാവേ, ക്രിസ്തുനാഥന്റെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് നിത്യജീവൻ അരുളുന്ന അപ്പവും നിത്യരക്ഷ നൽകുന്ന പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിച്ചുകൊള്ളുന്നു. അങ്ങയുടെ തിരുമുൻപിൽ നിൽക്കുന്നതിനും പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറയുന്നു. ഏറ്റവും താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു, ക്രിസ്തുവിന്റെ തിരുശരീരവും തിരുരക്തവും സ്വീകരിക്കുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവ് ഏകീകരിക്കുമാറാകട്ടെ. പിതാവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന തിരുസഭയെ തൃക്കൻ പാർക്കണമേ. അങ്ങയുടെ ദാസനായ ഫ്രാൻസിസ് പാപ്പായും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സ്റ്റീഫൻ മസ്രാനും എല്ലാ വൈദികരും സന്യസ്തരും വിശ്വാസികളും ആത്മായ പ്രേക്ഷിതരും ഉൾപ്പെട്ട സഭയെ സ്നേഹത്തിന്റെ പരിപൂർണതയിലെത്തിക്കണമേ. ഉയർക്കുമെന്ന പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കണമേ. അങ്ങയുടെ തേജോമയമായ തിരുമുഖം കാണാനുള്ള ഭാഗ്യം അവർക്ക് കൊടുക്കണമേ. കർത്താവേ, എളിയദാസരായ ഞങ്ങളെയും കടാക്ഷിക്കണമേ. ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും വിശുദ്ധ ഔസേപ്പിതാവിനോടും അപ്പസ്തോല ഗണത്തോടും
ലോകാരംഭം മുതൽ അങ്ങേക്ക് പ്രിയങ്കരമാം വിധം ജീവിതം നയിച്ച വിശുദ്ധ യാക്കോബ് ശ്ലീഹായോടും വിശുദ്ധ യൂദാ തദ്ദേവസിനോടും മറ്റെല്ലാ വിശുദ്ധരോടുമൊത്ത് നിത്യായുസ്സിൽ പങ്കുചേരുവാനും നടപുത്രനായ യേശുക്രിസ്തു വഴി അങ്ങേ വാഴ്ത്തി സ്തുതിക്കുവാനും ഞങ്ങളെ അർഹരാക്കണമേ. ദൈവമേ, സർവശക്തനായ പിതാവേ, അങ്ങേക്ക് ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിലെല്ലാ മഹിമയും ആരാധനയും എന്നും എന്നേക്കും. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതുമായ പ്രാർത്ഥന കരങ്ങൾ വിരിച്ച് പ്രത്യാശയോടുകൂടെ നമുക്ക് ആലപിക്കാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിന്നാമം പൂജിതമായിടണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ളം ആരിലുമായിടണം. അന്നന്നു വേണ്ടുന്നോരാകാരമെന്നും ഞങ്ങൾക്കു നൽകുമാറായിടണം. അന്യർതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടണം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിക്കണമേ. ഈ കാലയളവിൽ ഞങ്ങൾക്ക് സമാധാനം അരുളണമേ. പാപത്തിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും രോഗപീഠകളിൽ നിന്നും മനോവിഷമതകളിൽ നിന്നും സാമ്പത്തിക ക്ലേശങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഒരുക്കമില്ലാതെയുള്ള മരണത്തിൽ നിന്നും ഞങ്ങളെപ്പോഴും കരുണാപൂർവം കാത്തുകൊള്ളണമേ. നിത്യസൗഭാഗ്യവും രക്ഷകനായ യേശുക്രിസ്തുവിന്റെ പുനരാഗമനവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. അന്ത്യദാനമായി സമാധാനം നിങ്ങൾക്ക് തരുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നുവെന്ന് കർത്താവായ യേശുക്രിസ്തുവേ അങ്ങ് അപ്പോസ്തലന്മാരോട് അരുളി ചെയ്തുവല്ലോ. ഞങ്ങളുടെ പാപങ്ങൾ പരിഗണിക്കാതെ അങ്ങേ തിരുസഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവിഷ്ടത്തിനൊത്തവിധം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സമാധാനവും തിരുസഭയ്ക്ക് ശാന്തിയും ഐക്യവും കൽപ്പിച്ചനുവദിച്ചാലും എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. കർത്താവിന്റെ സമാധാനം. ലോകത്തിൻ പാപങ്ങൾ നീക്കും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകേണമേ. ഞങ്ങൾക്കു ശാന്തി നൽകേണമേ.
ശാന്തി നൽകണമേ. ദൈവത്തിൻ കുഞ്ഞാടിതാ ലോകത്തിൻ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ ദിവ്യമാം ഈ വിരുന്നിൽ പങ്കുചേരുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവേ, അങ്ങൻ ഭവനത്തിൽ വരുവാൻ യോഗ്യത എനിക്കില്ല. അവിടുന്നു കൽപ്പിച്ചാൽ അതുമാത്രം മതി എന്റെ ആത്മാവ് സുഖം നേടുവാൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ തിരുശരീരവും തിരുരക്തവും നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. തിരുഹൃദയത്തിൻ മുൻപിൽ മെഴുതിരി താളം പോലെ ഉരുകിടും ആത്മാവിൽ നീ നിരുപമ സ്നേഹം നൽകൂ. തിരുഹൃദയത്തിൻ മുൻപിൽ തിരുവചനം പകരാൻ അരികിൽ നീ വന്നിരുന്നു. അറിഞ്ഞില്ല എന്റെ നാഥ അവിടുത്തെ സാന്നിധ്യം ഞാൻ. ഇരുളിന്റെ പാദത്തേടി അലയവേ ഞാനറിഞ്ഞു. തിരുവഴിയേശുനാഥ നിന്റെ നാമമൊന്നു മാത്രം. ും
നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, പരിശുദ്ധ കന്യകാമാതാവിന്റെ ഓർമ്മയാഘോഷിച്ചുകൊണ്ട് വിശുദ്ധ കുർബാന സ്വീകരിച്ച ഞങ്ങൾ അങ്ങയുടെ രക്ഷണകർമ്മത്തിന്റെ ഫലം നിരന്തരം അനുഭവിക്കുവാൻ അനുഗ്രഹം നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങയോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു സ്തുതി.